പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭമായിട്ട് ജോണിച്ചാൽ തന്നെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞാട്ടെ, മുൻപോട്ട് വന്നല്ലേ പറയുന്നത്. അങ്ങനെ പറയാം. അദ്ദേഹത്തെ കുറിച്ച് അറിവുള്ള അദ്ദേഹത്തിൽ നിന്ന് ചില ഓർപ്പിക്കാനുള്ള കാര്യങ്ങൾ ഓർപ്പിക്കണം. അമ്മാമ അല്പം മൈക്ക് കൊടുക്കുക. മുൻപോട്ട് വന്നാൽ നന്നായിരിക്കും. മാമ ആയിരിക്കും ഏറ്റവും ആദ്യം പറയുന്നത്. ജോണി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സഭയായിട്ട് ബ്രദർ PC വർഗീസ് ബ്രദറിൻ്റെ അനുസ്വാരത്തിന് മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ കൂടിയിരിക്കുന്നു. ഈ സമയം ഞാൻ എവിടെ നിന്ന് ആരംഭിക്കണം, എങ്ങനെ പറയണമെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. ഈ വേലയെയും ഞങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിച്ചായ ഒരു കുടുംബമാണ്. ആ കുടുംബം ഞങ്ങളിവിടെ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് പരിചയമുള്ള ഒരു ഫാമിലി ആയിരുന്നു. ഫിലദൽഫിയ ചർച്ചിലെ ബ്രദർ PC വർഗീസും സിസ്റ്ററും. ആ സമയങ്ങളൊക്കെ അല്പമായിട്ട് ഓർക്കുന്നുണ്ട്. വേലയിൽ ഞങ്ങൾക്ക് വളരെയേറെ ആശ്വാസവും എല്ലാ വിധത്തിലും, വാക്കുകളിൽ കൂടെ ആയാലും അല്ലാതെ ആയാലും എല്ലാ വിധത്തിലും ആ ഫാമിലി ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. ആ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് വളർന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം അവധി കിട്ടിയാൽ അവർ നേരത്തെ പറയും, മക്കളെ ഞങ്ങൾക്ക് ഇന്ന ദിവസം അവധിയാണെന്ന്. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ജോലി കഴിഞ്ഞാൽ ഉടനെ പുള്ളി അതുവഴി തന്നെ അവിടെ നിന്ന് ബസ് കയറി ഇവിടെ വരികയും എൻ്റെ ഇറച്ചി ആ കാലത്തെ ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു പെറ്റിക്കോട്ട് കവറെന്ന് പറയും. ആ കവറിനകത്ത് അവക്കുള്ള ഡ്രസ്സ് എല്ലാം കൂടെ വാരി വെച്ചും കൊണ്ട് അങ്കിളിങ്ങനെ വരാൻ നോക്കിയിരിക്കും. അങ്ങനെ ആ ഡ്രസ്സ് കൊടുത്തും കൊണ്ട് അങ്കിള് ജോണിയെയും അച്ഛമോളെയും എപ്സിയെയും വിളിച്ചും കൊണ്ട് അവിടെ പോയി താമസിക്കുകയും അവധി കഴിഞ്ഞാണ് പിന്നീട് അവരിവിടെ വരുന്നത്. അങ്ങനെ ആ കുഞ്ഞുങ്ങളും ഈ കുഞ്ഞുങ്ങളുമായിട്ട് വളരെയേറെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അതുപോലെ മാതാപിതാക്കളായ ഞങ്ങളും അവരുമായിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അന്നൊക്കെയും ഞങ്ങൾ കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങൾക്ക് 2 അങ്കിളുമാരാണ് ഇവിടെ ഉള്ളതെന്നും. ഉപ്പല്ലെ അങ്കിളും, അത് നാട്ടിൽ ചെന്നാലും പറയും, ഉപ്പല്ലെ അങ്കിളും ബോൻപള്ളിലെ അങ്കിളും. ഇങ്ങനെ 2 അങ്കിളുമാരാണ്. ഈ അങ്കിളുമാരുടെ വീട്ടിലാണ് അവധി കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾ ചെലവഴിക്കുന്നത്. 2 ദിവസത്തെ അവധി കിട്ടിയാൽ ജോണി പിന്നെ പെട്ടെന്ന് അങ്ങ് പൊക്കോളും ബോൻപള്ളിയിലോട്ട്. അവിടെ പിന്നെ അവൻ്റെ വാസം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ബോൻപള്ളി അങ്കിളിൻ്റെ വീട്ടിൽ ജോണി പോയി താമസിച്ചേച്ച് വന്നപ്പോൾ അവന് നിക്കറും പാൻറ്റും ഷർട്ടും ഒക്കെ അച്ഛൻ ഇങ്ങനെ തയ്ച്ചു കൊടുത്തു. അതേസമയം എൻ്റെ അനിയൻ കൂടെ താമസം ഉണ്ടായിരുന്നു. അവിടെ എഫ്സി പോകുമായിരുന്നു. എഫ്സിക്കൊന്നും കൊടുത്തില്ല. പിറ്റേ ദിവസം എൻ്റെ അനിയൻ വന്ന് അവളെ വിളിച്ചപ്പോൾ അവൾ പറയുക ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ എനിക്ക് എന്നാ തന്നു, ബോൻപള്ളി അങ്കിൾ അവന് നിക്കറും ഉടുപ്പൊക്കെ തന്നു, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുത്തില്ല. അങ്ങനെ എല്ലാ വിധത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ ബോൻപള്ളിയിലെ കുടുംബവും ഈ ഉപ്പള്ളി അങ്കിളിൻ്റെ കുടുംബവും ആശ്വാസമായിരുന്നു. ഞങ്ങൾക്ക് വേലയിൽ ഞങ്ങൾക്ക് ഒത്തിരി സഹായമായിരുന്നു. ഇപ്പം ദേവദാസൻ പറഞ്ഞതുപോലെ ഒത്തിരി സഹായമായിരുന്നു. എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഓർമ്മയിലൊന്നും വരുന്നില്ല. ആ കുടുംബം ഇത്രത്തോളം ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു, അവരെയും അനുഗ്രഹിച്ചു. ഈ സമയം നൽകി തന്ന ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുസരണ മീറ്റിംഗ് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നാലും ഈ വേർപാടിൻ്റെ യുദ്ധത്തിലെ ഈ ഒരാഴ്ചയിൽ ഞങ്ങൾ കയ്യിൽ നിന്ന് ബ്രദറിനെ കണ്ട നാൾ മുതൽ, പരിചയപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ആ ദൈവശക്തി വരെ ഞങ്ങൾക്ക് പോകുവാനായിട്ട് ദൈവം ഇടയാക്കി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. കൂടുതൽ ആരോടും അടുക്കത്തില്ല, അടുക്കുന്നവരോടൊക്കെ വളരെ സ്നേഹമായിട്ട് പോകും. എല്ലാ മനുഷ്യരോടും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. എന്നാലും അടുക്കുന്നത് വളരെ സൂക്ഷിച്ചും വളരെ ഇതായിട്ടും ആത്മാർത്ഥമായിട്ടും. അതുപോലെ സഭയ്ക്ക് വളരെ ഒരു മുതൽക്കൂട്ടായിരുന്നു. ഈ സഭയിലെ എല്ലാ ആവശ്യങ്ങൾക്കും
എന്തിനായിരുന്നാലും ഏതൊരു കാര്യത്തിനും ഒരു ഗെറ്റുഗതർ നടത്തിയാൽ എന്തിനും ഏതവസ്ഥയിലും അദ്ദേഹം അതിനകത്ത് സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എല്ലാറ്റിനും വളരെ ഉപകരിച്ചിരുന്ന ഒരു ദൈവദാസനായിരുന്നു. എത്ര സ്നേഹമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടിയത്. വളരെ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ ഒന്നിനും അതിനൊരു വിടവില്ലാതെ ഞങ്ങൾ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരു സഹോദരനായിരുന്നു. പെട്ടെന്നുള്ള വേർപാട് ഇളയവർക്കും സഹിക്കാനായിട്ട് സാധിച്ചില്ല. ഏലിയാമ്മയും കുഞ്ഞുങ്ങളെ അവരോട് ഏലിയാമ്മയുമായിട്ട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് ബ്രദർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് വിചാരിച്ചില്ല. അവളും അത് തന്നെയാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് ചോറിട്ട് കഴിഞ്ഞ് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നിമിഷം പെട്ടെന്ന് തല ഒരു സൈഡിലേക്ക് ചാഞ്ഞു പോകുന്നതായിട്ട് അവൾക്ക് തോന്നി. പെട്ടെന്ന് അവൾ അവിടെ സിസ്റ്ററെ വിളിച്ചു. അവരടുത്ത് താമസിക്കുന്നതാണ്. അവർ ഓടി വന്നു, വെള്ളം കൊടുത്തിട്ട് വെള്ളം ഇറങ്ങിയില്ല. പെട്ടെന്ന് അവിടെ ബ്രദറിനെ വിളിച്ചു. അടുത്തൊരു നേഴ്സുണ്ട്, ആ സിസ്റ്ററെ വിളിച്ചു. അവൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നും ഒന്നും ഇത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് പറഞ്ഞു. അവർ ഡോക്ടേഴ്സ് പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ICUവിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. പെട്ടെന്ന് ആ കാര്യം നടന്നു. അലക്സും ആ വിവരങ്ങൾ അറിയിച്ചു. രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ കർത്താവിന് നിദ്ര പ്രാപിക്കുവാൻ ഇടയായി. ദൈവം വിളിച്ച വേർതിരിച്ച ആ ഇരുന്നിടങ്ങളിലൊക്കെയും വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇവിടെയും എല്ലാ ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ട്രഷററായിട്ട് ഇരുന്നിട്ടുണ്ട്, കൗൺസിൽ ട്രഷററായിട്ട് ഇരുന്നിട്ടുണ്ട്. എല്ലായിടത്തും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചാരിക്കുകയും ചെയ്ത പ്രിയ സഹോദരൻ്റെ വേർപാട് എളിയവർക്കും സഭയ്ക്കും ഒരു വാസ്തവമായിട്ടും ഒരു തീരാ ദുഃഖമാണ്. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. എല്ലാ വിധത്തിലും ആ 2 കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു. നന്നായിട്ട് പഠിക്കുവാനും നല്ല രീതിയിൽ അവർക്ക് ജീവിക്കുവാനും ദൈവം ഇടയാക്കി. അവരെയും ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് അവരും ദൈവമുള്ളവരായി ദൈവത്തിന് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ജീവിപ്പാന് അവരെയും ദൈവത്തിന് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കട്ടെ എന്ന് എളിയവരും പ്രാർത്ഥിക്കുന്ന ഏലിയാമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യാശയോടെ നമ്മൾ ഏത് സമയത്തും മരണം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. ഏത് സമയവും പോകാം. എന്നാൽ പരീശ്വരൻ്റെ മരണം പെട്ടെന്നാണെങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട്. എനിക്ക് പെട്ടെന്ന് മരിക്കുന്നതിലാണ് കൂടുതലും താല്പര്യം. കാരണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാമല്ലോ. നമ്മുടെ പ്രിയമെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ഇന്ന് ഭാഷ പ്രസംഗിച്ചുകൊണ്ട് നിഷ്കളങ്കമായ ഒരു ജീവിതം ദൈവസന്നിധിയിൽ കഴിക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ, പ്രത്യാശയോടെ ആയിരിക്കാൻ ഇടയാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ഞാൻ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം, ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽപ്പാൻ സാഹചര്യം ഉണ്ടായത് എനിക്ക് ജീവിതത്തിൽ ഒരു മറക്കാനാവാത്ത നിമിഷമാണ്. ഞാൻ 1991 കടന്നു വരുമ്പോൾ പ്രിയ പരിശുദ്ധമായി നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം സഹായിച്ചു. നിങ്ങൾ വളരെ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കോണം ദൈവടിയാക്കുന്നതിന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ആശയങ്ങളുമായി കടന്നു വന്നപ്പോൾ അവർ ഞങ്ങളെ അവരുടെ വീട്ടിൽ വിളിച്ച് ആദരിക്കുകയും ദൈവ കൃപയിൽ നിലനിൽപ്പാൻ തക്കോണം ദൈവം സഹായിച്ചു. അതുപോലെ റിനിയുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ച കാര്യങ്ങളെ പറയുകയും വിവാഹത്തിന് കെട്ടിടത്തിൽ കടന്നു വരണമെന്ന് ഇങ്ങനെ പറയുകയും അദ്ദേഹം വരാമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ എന്നോട് പറഞ്ഞു ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകാനുള്ളതായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതിന് പല സ്ഥലങ്ങളിൽ പോകേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് സാഹചര്യത്താൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നാൽ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് എത്തിപ്പെടുവാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും പ്രിയ മനുഷ്യങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി നടത്തി. പെടുന്നതായ ആ വേർപാടിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെയും സിസ്റ്ററെയും കുഞ്ഞുങ്ങളെയും ദൈവം അവിടുത്തെ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ പ്രിയ വർഗീസങ്ങളോട് ബന്ധത്തിൽ എനിക്കും അനേകം പറയാനുണ്ട്. ഞാൻ
1996 ഒക്ടോബർ 10-നാണ് ഞാൻ സഭയിൽ ആദ്യമായി കടന്നു വരുന്നത്. അന്ന് ഞാൻ ബാച്ചിലറാണ്. അന്ന് മുതൽ അങ്കിളിനെ വർഗീസ് അങ്കിളിനെ എനിക്ക് പരിചയപ്പെടുവാനും അങ്കിൾ എനിക്ക് ജ്യേഷ്ഠനായിട്ട് ഒരു ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഒരു അപ്പനായിട്ടും ഒരു ജ്യേഷ്ഠനായിട്ടും നിപ്പാപ്പനായിട്ടും എനിക്ക് എല്ലാത്തിനും ആത്മീയ ഒരു പിതാവായിട്ടാണ് അങ്കിൾ എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. കാരണം ഞാൻ ബാച്ചിലറായിട്ടിരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അങ്കിൾ എന്നെ വിളിച്ച് എൻ്റെ പിതാക്കൾ, ഞാൻ എൻ്റെ ആത്മീയ പിതാക്കൾ എന്ന് പറയുന്നത് ഒന്ന് ജോൺ അങ്കിള്, 2 PC വർഗീസ് അങ്കിള്, മറ്റൊന്ന് നമ്മുടെ മാരടപ്പള്ളി അങ്കിള്. ഈ 3 അങ്കിളുമാരാണ് എന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോയത്. കാരണം അന്നത്തെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമായ ഒരു ജീവിതമായിരുന്നു. അതിൽ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഇവരാണ് എന്നെ ആത്മീയത്തിൽ കൊണ്ടുപോകാൻ മുൻനിർത്തിയതും എന്നെ പിടിച്ചു നിർത്തിയതും. കാരണം എനിക്ക് അങ്കിളിന് വേണ്ടി ഒരുപാട് സഹായം ചെയ്യുവാനും അങ്കിൾ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിപ്പാനും ഒക്കെയും അങ്കിള് പ്രാർത്ഥനയായിട്ടുണ്ട്. കാരണം എനിക്ക് പറയാൻ നിർവാഹമില്ല. കാരണം അങ്കിൾ എന്നോട് കാണിക്കുന്ന ആ സ്നേഹം, ആത്മീയ സ്നേഹം, ഞാൻ ഇപ്പം അങ്കിൾ നേരത്തെ അമ്മാമ്മ പറഞ്ഞതുപോലെ എനിക്ക് എപ്പോഴെങ്കിലും അവധി കിട്ടാണെങ്കിലും ആ സമയത്ത് അങ്കിളിനോട് എനിക്ക് എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കും, നിനക്ക് എപ്പോഴാണ് അവധി. മറ്റൊന്നുമല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. എന്നെ അങ്കിളിൻ്റെ വീട്ടിൽ വിളിക്കും, അല്ലെങ്കിൽ അങ്കിൾ എൻ്റെ വീട്ടിൽ വരും. ഞാൻ എൻ്റെ ബോർപ്പുള്ളിയിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഞാൻ ബാച്ചിലാണ്. ആ സമയത്ത് അങ്കിൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഫ്രീയുള്ള സമയങ്ങളൊക്കെ എന്നെ വിളിച്ച് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും എന്നെ അതിൽ പ്രേരിപ്പിക്കുകയും എപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് ഉത്തേജനം തരുവാൻ അങ്കിൾ എന്നെ എപ്പോഴും ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും അതുപോലെ ഞാൻ ഒരു നിമിഷം ഫ്രീ കിട്ടുകയാണെങ്കിൽ എന്നെ മാട്ടപ്പള്ളി അങ്കിൾ വിളിച്ചിട്ട് സന്ധി എവിടെ നീ വരണം, ഇവിടെ ഒന്നീ ചർച്ചിൽ വരണം, അല്ല അവിടെ അവരുടെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ എവിടെ കൂടണം, നമുക്ക് പ്രാർത്ഥിക്കണം. എപ്പോഴും ആത്മീയ കാര്യങ്ങൾ ഇവരെപ്പോഴും എന്നെ പിന്തുണച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ അങ്കിളാണെങ്കിൽ എനിക്ക് വേണ്ടി പറയട്ടെ, എൻ്റെ വിവാഹത്തിന് വേണ്ടി ഒന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എൻ്റെ വിവാഹത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച ഒരു അങ്കിളാണ് PC വർഗീസ് അങ്കിള്. ആ കാര്യത്തിലൊക്കെ ഓർക്കുമ്പോൾ അങ്കിൾ എനിക്ക് വേണ്ടി ഒരുപാട് ഓടി. അതുപോലെ സഭയുടെ എന്ത് കാര്യം വന്നാലും ഞാൻ 96 അങ്കിൾ ഇവിടുന്ന് പോകുന്നില്ല, 96 മുതൽ ഞാൻ ഇവിടെ വന്ന സംഭവങ്ങളിൽ ഞാൻ പോകുന്നതും വരെയും എല്ലാ കാര്യത്തിലും എന്നെ അങ്കിൾ ഇൻവോൾവ് ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ ഇവിടെ മാറിപ്പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു വഴിയിൽ പോകുമ്പോൾ എന്നൊരു ഭയം എപ്പോഴും അങ്കിൾ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അങ്കിളുടെ കൂടെ എന്നെ നടത്തുമായിരുന്നു. കാരണം ഞാൻ ഇവിടുത്തെ സഭയിൽ എന്ത് കാര്യങ്ങൾ വന്നിരുന്നാലും ഇവിടുത്തെ അങ്കിൾ എല്ലാവർക്കും അറിയാം. ഞാൻ എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കുമ്പോൾ ആദ്യം അങ്കിള് ഞങ്ങൾ ജോൺസിനെ മാർക്കറ്റിംഗിന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ജോൺസിനെ പർച്ചേസിംഗ് കൊണ്ടുപോകണം, ജോൺസിനെ അവിടെ കൊണ്ടുപോകണം. എന്നെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്ന ഒരു അങ്കിളായിരുന്നു പ്രിയ അങ്കിള്. അങ്കിളെ ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. അങ്കിളുടെ വേർപാടിൽ എനിക്കും വളരെയേറെ ദുഃഖമുണ്ട്. കാരണം എന്നെ അത്രത്തോളം ആത്മീയമായി ബലപ്പെടുത്തി നടത്തിയ ഒരു പിതാവാണ് പ്രിയ അങ്കിൾ. ആ അങ്കിളെ അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നാളുകളിൽ എനിക്ക് ആ കുടുംബത്തോട് ഒരുപാട് കടപ്പാടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ഞാൻ കടപ്പാടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എങ്കിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അനുശോചനവും അതുപോലെ ആ ദൈവം ആ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ വളരെയേറെ ആശ്വാസം നൽകി ദൈവം നടത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ഈവനിങ്ങിൽ പ്രെയർ മീറ്റിങ്ങിന്റെ സമയത്ത് പറ്റുന്ന പാസ്റ്റർ PC വർഗീസ് അങ്കിൾ വെന്റിലേറ്ററാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാനൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യാതായിപ്പോയി. ആ സമയങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ യാതൊന്നും വരുത്തല്ലേ എന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചു. രാത്രി ആയപ്പോഴേക്കും പിന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമായിരുന്നു. എന്തായിരിക്കും, ഞാൻ പെട്ടെന്ന് ആൻറ്റിയാണ് ഓർക്കാറുള്ളത്. ആൻറ്റി തനിയാണല്ലോ ഭവനത്തിൽ, ആരുണ്ട് അവിടെ എന്നുള്ള ഒരു വിഷമം എനിക്ക് പെട്ടെന്നുണ്ട്. സാധാരണ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഫോണും നോക്കത്ത്, പക്ഷെ അത് എന്തുകൊണ്ട് എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു വിഷമം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ വാട്സപ്പ് ആദ്യം നോക്കിയപ്പോൾ അമ്മയുടെ മെസ്സേജ് കിടക്കുന്നത് PC വർഗീസ് അങ്കിളിൻ്റെ ഫ്യൂണറൽ ബാധിച്ചതായിട്ടുള്ളത്. എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഞാൻ ഉടനെ തന്നെ അമ്മാമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ രാത്രിയായിരുന്നു, പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, രാവിലെ ആകട്ടെ എന്ന് ഓർത്തിട്ട് നടന്നു പറഞ്ഞു. എനിക്ക് അങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 92 വരുന്ന സമയത്ത് ഞാനത് ഇനി തീരെ കുഞ്ഞാണ്. ഞങ്ങൾ ആദ്യമായിട്ട് അങ്കിളിൻ്റെ വീട്ടിൽ ഞങ്ങളെ വിളിക്കുക അതിരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പലപ്പോഴും ഞാൻ വെച്ചാൽ എപ്പോഴും ടൂറാണ്. എനിക്കവിടെ ഒരു ലാംഗ്വേജ് അറിഞ്ഞു, മലയാളം അല്ലാതെ. പിന്നെ കുറച്ച് നാൾ പൂനെയിലായിരുന്നുകൊണ്ട് അല്പം സ്വല്പം ഹിന്ദിയൊക്കെ അറിയാം. അത്രയും ഇതും കൊണ്ടാണ് ഞാൻ ഈ ഹൈദരാബാദ് വന്നത്. ആ സമയം മുതൽ അങ്കിള്
ഞാൻ മരപ്പുറ ദിവസം അങ്കിൾ എപ്പോഴും അങ്കിളും ആൻറ്റിയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരികയും മിക്കവാറും സാറ്റർഡേ ദിവസമാണ് വരുന്നത്. വന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇത് പ്രാർത്ഥിക്കും. അങ്കിളും പ്രാർത്ഥിക്കും, ആൻറ്റിയും പ്രാർത്ഥിക്കും. ഷേഖിൻ്റെ അടുത്ത് അടിയാണല്ലോ ജോസഫ് ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്നത്. നമ്മൾ കുഴപ്പമില്ല ആൻറ്റി, ദൈവം കൂടെയില്ലേ എന്ന് പറഞ്ഞ് ഞായറാഴ്ച ഇവിടെ വരുന്ന സമയത്ത് ആൻറ്റി ഓടി ഒന്ന് ആദ്യം ചോദിക്കും എങ്ങനെയാ കാര്യങ്ങളൊക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. ഞങ്ങൾ ഒരു പ്രശ്നവും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ പെറ്റുകൂടെ വന്നപ്പോഴും ഇതുപോലെ അങ്കിള് അന്ന് തനിയാണ് ഇവിടെ, അന്നേരം അങ്കിള് ഇതുപോലെ അങ്കിള് തന്നെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങളുടെ റിനിയുടെ അവൾക്ക് 10th കഴിഞ്ഞപ്പോൾ അങ്കിളാണ് അവള് വലിയ ലിറ്റിൽ ഫ്ലവർ ചേർക്കണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആദ്യമായിട്ട് അവൾക്ക് ഫോമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ. എന്നാൽ അവളെ നിങ്ങൾ സെൻറ്റ് ഫ്രാൻസിലാണ് പഠിപ്പിക്കുവാനായിട്ട് തീർന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അങ്കിൾ ഞങ്ങൾക്ക് ഒത്തിരി തുണയായിരുന്നു. മലപ്പുറം അച്ഛനായിട്ടുള്ള ഒത്തിരി കൂട്ടായിരുന്നു അങ്കിള്. മാരപ്പിള്ള അങ്കിള്, ഉപ്പള്ളി അങ്കിള്, കോൻപള്ളി അങ്കിൾ, ഇങ്ങനെ ഞങ്ങൾ 3 അങ്കിളൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുന്നത്. ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്കിളുമാരൊന്നും സ്ഥലപ്പേര് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ. അതുപോലെ അങ്കിളിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം സഹായിച്ചു. അത്രത്തോളം ദൈവം അവരെ ആ ദേശത്ത് നടത്തി. എന്നാൽ പെട്ടെന്നുള്ളതായ പ്രയാസം ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിരുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. ശശി ആൻറ്റി കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാൻ ആരെങ്കിലും വേഗം വന്നാട്ടെ. ആരാധനയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു കൂടിവരവാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമില്. വിശേഷാൽ വർഗീസ് ഞാൻ ആൻഡമാൻസിൽ നിന്ന് തിരിച്ചു വന്ന് ആണ് അദ്ദേഹമായിട്ട് കൂടുതൽ ഇടപെട്ടത്. എന്നാൽ ആൻഡമാൻസിൽ ഒരിക്കൽ ലീവിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണുകയും പ്രാർത്ഥിക്കാനും എനിക്ക് തോന്നുന്നു അപ്പച്ചന് ആദ്യത്തെ മലയാളം ആരാധന ഇവിടെ അപ്പച്ചൻ്റെ കിഴക്കിനടുത്ത് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ PC വർഗീസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അന്ന് മുതൽ പരിചയപ്പെട്ട ദിവസം മുതൽ ഈ ദിവസം വരെയും ആ വലിയ സ്നേഹബന്ധം എല്ലാ കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ആകുവാൻ്റെ കോണം കർത്താവ് ഇടയാക്കി. അദ്ദേഹം നീണ്ട വർഷങ്ങൾ ഈ പ്രദേശത്തായിരുന്നു. സർവേ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്ത് ജോലിക്ക് കയറിയത് മുതൽ റിട്ടയർമെന്റ് വരെ ഇവിടെയായിരുന്നു. പല സ്ഥലങ്ങളിലും അദ്ദേഹം പോകുമായിരുന്നെങ്കിലും അദ്ദേഹം ബാച്ചുലറായിട്ട് ഇവിടെ താമസിച്ചു, ഫാമിലി ആയിട്ട് താമസിച്ചു. തൻ്റെ കുഞ്ഞുങ്ങള് ഇവിടെ പഠിച്ചു. ഇവിടെ നിന്ന് കുറച്ചുനാൾ എനിക്ക് തോന്നുന്നു ജീവൻ കുറച്ചാള് നാട്ടിലും പോയി പഠിച്ചു. അങ്ങനെ അവര് അധിക നാളും ഫാമിലി ആയിട്ട് ഇവിടെ താമസിച്ചിട്ട് ഇവർക്ക് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നാട്ടിൽ താമസമാക്കി. എന്നാൽ ജോലി ഒരു പ്രത്യേക കാര്യം ഞാൻ അദ്ദേഹത്തിൽ കണ്ടത്, തൻ്റെ മാതൃസഭയേക്കാൾ കൂടുതൽ സെക്കൻഡ് സഭയെ സ്നേഹിച്ചു. ഏത് ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ഒരു PC ഇല്ലാത്ത കാര്യം ഏതിനും എപ്പോഴും വിളിച്ചോ അദ്ദേഹം താല്പര്യത്തോടെ വരും. അന്ന് ഉപ്പലിയിൽ നിന്ന് ഇവിടം വരെ വരിക എന്ന് പറഞ്ഞ അത്ര ഈസിയായ കാര്യമല്ല. ബസ്സില്ല, വളരെ ചുരുക്കം ബസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് സൈക്കിളിൽ കയറി ഞാൻ കണ്ടിട്ടില്ല, വണ്ടി ഓടിച്ച് ഞാൻ കണ്ടിട്ടില്ല, ബസ്സിലോ അത്യാവശ്യം ഓട്ടോയിലോ വരുന്നു. എന്നാലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ഓടി വരുന്നത്. ഏത് കാര്യമുണ്ടെങ്കിലും വരും, യാതൊരു മടിയുമില്ലാതെ. അതുപോലെ തന്നെ ഈ ചർച്ചിൻ്റെ ട്രഷററായിട്ടും മറ്റ് ഭാരവാഹിത്വം വഹിക്കുന്ന എല്ലാ ചുമതലകളിലും അദ്ദേഹം ഇവിടെ ഇരുന്നിട്ടുണ്ട്. ആത്മാർത്ഥമായി സഭയെ സ്നേഹിക്കുകയും, ഒരു ഭാഷ ഒന്ന് ഹിന്ദി ചെയ്തിട്ട് ഇത്രമാത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നത് ഞാനത് കണ്ട കാര്യമാണത്. ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക, നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരികയില്ലായിരുന്നു. അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു കുടുംബമായിരുന്നു അവരുടേത്. ഏരിയാമസിസ്റ്റർ ഒരുമിച്ച് താമസിക്കുമ്പോഴും കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുമ്പോഴും ഒക്കെ ആ ഒരു വലിയ രീതി അവർക്കുണ്ടായിരുന്നു, ഒരു വലിയ പ്രാക്ടീസ് അവർക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തെ മാതൃകയാക്കാവുന്ന ഒത്തിരി കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നും അവർ ഇവിടുന്ന് പോയി കഴിഞ്ഞും മിക്കവാറും ദിവസങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പാസ് ഒരിക്കലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും പാസുമായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരുന്നു.
അദ്ദേഹം റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്ക് തന്നെ മക്കളെല്ലാം സെറ്റിലായി. ആ മക്കളുടെ അടുത്ത് മോൻ്റെ അടുത്തും ധാരാളം യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് അവിടെയുള്ള ദൈവമക്കള് ഉത്സാഹിപ്പിക്കുവാനും ആരാധിക്കുവാനും അവിടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ആ വക കാര്യങ്ങൾക്ക് വളരെ ഉത്സുകനായി. പ്രിയ ദൈവജനമേ, അദ്ദേഹത്തിന്റെ മാതൃക നമുക്ക് പല കാര്യങ്ങളിലും അദ്ദേഹത്തെ പിന്തുടർത്തിയ കാര്യങ്ങളുണ്ട്. സഭയോടുള്ള വ്യക്തിത്വം, സഭയോടുള്ളതായ ആ ഒരു പിന്നെ ആത്മാർത്ഥത, റിയലി അത് നമ്മുടെ സഭയെക്കുറിച്ച് അദ്ദേഹത്തിന് he was proud of it. ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. ജസ്റ്റ് 116 സങ്കീർത്തനത്തിന്റെ 15 വാക്യം വായിക്കട്ടെ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. The death of his saints is precious in the sight of God. Precious in the sight of the Lord is the death of his saints. His saints. See, നമ്മളെ വിശുദ്ധന്മാരാക്കുന്നത് എന്താണെന്നറിയാമോ? മരണത്തിലൂടെ നമ്മളെ വിശുദ്ധന്മാരാക്കും. നമ്മളെ രക്തത്താൽ വീണ്ടെടുത്ത കർത്താവ് ഒരു വിശുദ്ധ പദവി തന്ന് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നു. ആ ഒരു പദവി ഞാൻ അദ്ദേഹം ആ സിസ്റ്ററോട് സംസാരിച്ചപ്പോഴും ഞാൻ വളരെ ഓർത്തു. ഒരു ദൈവവേദനായതുകൊണ്ടാണ്, ഒരു ദൈവദാസി ആയതുകൊണ്ടാണ്, അത്ര സോളിഡ് ആയിട്ട് ദൈവസന്നിധി വിശ്വാസം പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് കലങ്ങാതെ വർത്തമാനം. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴും അദ്ദേഹത്തിന് ഫോൺ ബിസി ആയിരുന്നു. എന്നാൽ ആ നമ്പർ കണ്ട് തിരിച്ചു വിളിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ കാര്യം ഒരു പ്രത്യാശയുള്ള ഒരാളിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ആർക്കും ആ ഒരു ഫോണിൽ ആ സമയത്ത് തിരിച്ചു വിളിക്കാൻ പറ്റുകയില്ല. എന്നാൽ പ്രിയ ദൈവമേ, ഒരു വലിയ വിലയേറിയതാണ് തന്റെ ഭക്തന്റെ മരണം. പ്രിയ ദൈവമേ, ഈ എനിക്കറിയാവുന്ന ഒത്തിരി കാര്യങ്ങൾ, അദ്ദേഹം ശരീരത്തിലൊക്കെ പലപ്പോഴും പല അസുഖങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഈ പ്രായത്തിലൊക്കെ പോകുമ്പോഴേ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത രോഗങ്ങളില്ല, ആളുകളില്ല. അദ്ദേഹത്തിന് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുകയും CHS പോവുകയും ഇവിടെ വെച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നില്ല. വലിയ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു, നല്ല ആരോഗ്യമായിരുന്നു. ഇത്രമാത്രം ഈ സന്നിധി ഇവിടെ വരെയും വളരെ വളരെ യോഗ്യമായിട്ട് യാത്ര ചെയ്യാനും എല്ലാ കാര്യങ്ങളും. ഞാൻ അദ്ദേഹത്തിന്റെ മരണത്തെ പെട്ടെന്ന് വേർപാടിന് ഓർത്തപ്പോഴേ ഞാൻ ഈ അധികാരിയുമായിട്ട് ഒത്തിരി വലിയ ചിന്തകന്മാരൊക്കെ പറയുന്നത്, ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടെയാണ് ആ മനുഷ്യന്റെ ഭാഗ്യം ഓർക്കുന്നത്. എന്നുവെച്ചാൽ കഷ്ടപ്പെട്ട് 10-40 വർഷം നന്നായിട്ടൊക്കെ ജോലി ചെയ്ത് 10-20 വർഷം കിടക്കയിലായിരുന്നു എന്തോ കാണിക്കാൻ. അതേസമയം തന്റെ മരണത്തിൽ താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, ആരെയും ബന്ധപ്പെടുത്താതെ, ദൈവമക്കളോട് സംസർഗം പുലർത്തി, തന്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞ് തന്റെ ഭാര്യയുടെ കൈ കൊണ്ട് ചോറ് വിളമ്പുണ്ട് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യുമ്പോൾ ദൈവസന്നിധി ചേർക്കപ്പെടുന്ന ഈ ഭാഗ്യം. അതാണ് നമുക്കുള്ളത്. ഈ ലോകത്തില് അനേക വേദനകളൊക്കെ സഹിച്ച ഈ ഇദ്ദേഹം അനേക പ്രാവശ്യം മെഡിക്കലിന് പോകും, അനേക പ്രാവശ്യം മരുന്ന് തിന്നു. എല്ലാവരും ഗതി തന്നെയല്ലേ. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റാലുള്ള 5-6 ഗുളിക കഴിക്കും, പിന്നെ ഉച്ചയ്ക്കുണ്ട്, പിന്നെ രാത്രിയിലുണ്ട്. ഇതൊക്കെ ഈ കൂടാരത്തിന് കഴിച്ചെങ്കിൽ മാത്രമേ എഴുന്നേറ്റ് നടക്കാൻ ഒക്കുള്ളൂ. എന്നാൽ ഈ വേദനകളും ഈ കണ്ണുനീരും ഈ ദുഃഖവും ഈ നെടുവീർപ്പും ഒക്കെ മാറി ഇന്ന് താൻ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അതൊരു വലിയ പ്രിവിലേജ്, ആണ്. Just read it, the 21:4, Revelations 21:4. ഒന്ന് വായിക്കാമോ? Just read it in English. Now മലയാളത്തിൽ വായിക്കാം. And God will wipe away every
every tears from your eyes. from your eyes. There shall be no more death, There is no more death, no sorrow, no sorrow, nor crying. nor crying. There shall be no more pain. There shall be no more pain. For the പ്രിയ Lord ദൈവമേ, ഇതാണ് നമ്മുടെ ഭാഗ്യം കേട്ടോ. ഇവിടെ നാം രോഗികളാണ്. രാവിലെ ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കുന്നു, വൈകുന്നേരത്ത് മരുന്ന് കഴിക്കുന്നു, ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. എന്നാൽ when the trumpet calls, when the high calls comes, when you fly away, hallelujah, when you fly away, your tears are wiped out by my own Lord. ഈ കണ്ണുനീരൊക്കെ വേറെ ആരുമല്ല തുടയ്ക്കുന്നത് കേട്ടോ. അവൻ അവരുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കും. ഈ പ്രത്യാശയുള്ള ദൈവമക്കളെ ഒന്ന് സ്തോത്രം ചെയ്താ ആമേൻ. എന്റെ കർത്താവ് വരാറായി, നിന്റെ വേദനകളൊക്കെ തീരാറായി, ഈ വേദനകളൊക്കെ മാറിപ്പോകും. പ്രിയ ദൈവമേ, ആ വാത്സല്യ കുടുംബത്തെ നമുക്ക് വേർപിരിക്കാനാകില്ല. അതിനായി ആ വാത്സല്യ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം, ആ പ്രിയ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. അവരുടെ എല്ലാ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ ഫിലദൽഫിയ സഭയുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. May God bless you. May God bless you. Our Lord is coming. Praise God. ആശ്വാസമേ കേറിടുന്നു വിശ്വാസത്താൽ ഞാൻ നോക്കിയിടുന്നു. ആശ്വാസമേ കേറിടുന്നു വിശ്വാസത്താൽ ഞാൻ നോക്കിയിടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, സകല ആശ്വാസങ്ങളുടെയും കാരണഭൂതനായ ദൈവനാഥ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നല്ലവൻ നല്ലവൻ. ഏത് ദുഃഖത്തിന്റെ വേളയിലും ഭാരങ്ങൾ പ്രയാസങ്ങൾ ഏറി വരുമ്പോഴും നീ നല്ലവൻ, നീ നല്ലവൻ, നീ നല്ലവൻ. നീ അങ്ങറിയാതെ ഞങ്ങളുടെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുന്നില്ല. അവിടുന്ന് എല്ലാം ഞങ്ങൾക്ക് മുന്നമേ അറിയുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിശേഷിക ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ PC വർഗീസ് അവരുടെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ സഹോദരിക്കായി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോളം ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകിക്കൊടുത്ത് നിന്റെ ദാസിയെ സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ജിബിക്കായും സഹോദരനായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. ജോബിനായി സൃഷ്ടിനായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യണമേ. പ്രിയ കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ആരാധനയ്ക്കായി കടന്നു വരുവാനും ആരാധിപ്പാനും കർത്താവിനും കരയേറ്റുന്ന മഹത്വം കരയേറ്റുവാനും നീ ഞങ്ങൾക്ക് കൃപ തന്നതോർത്ത് ഞങ്ങൾ നന്ദിയോട് തിരുനാമത്തെ സ്തുതിക്കുന്നു. വിശേഷ റോബി ബർനായ സ്തോത്രം, ജോണി ബർനായ കുടുംബത്തിനായ സ്തോത്രം. എൻ്റെ മക്കൾ വെള്ളിയാഴ്ച നാട്ടിലേക്ക് കടന്നു പോകുന്നു. അവിടെ യാത്രയിൽ കൂടി ഇരിക്കണമേ. ക്ഷേമത്തോടെ നാട്ടിൽ ചെന്നിയർന്ന് റോബി ക്ഷേമത്തോടെ മടങ്ങി വരുമ്പോളം അവിടുത്തെ കൃപയിൽ നിന്റെ ദാസനെ മറച്ചു കൊള്ളണമേ എന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ യാത്രയിൽ യാതൊരു വിധത്തിലായ ക്ലേശങ്ങളും ഉണ്ടാകാതെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകൻ പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. രഞ്ജി മടങ്ങി ചെല്ലുമ്പോൾ സൗഖ്യത്തോടെ കാണുവാൻ കർത്താവിന്റെ ഇടയാക്കണമേ. രഞ്ജിയുടെ കണ്ണിന്റെ പ്രയാസങ്ങളെല്ലാം നീക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താപൂർണമായ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അതുപോലെ തന്നെ ശാന്തമസിനായി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം പൂർണ്ണമായ വിടുതൽ നീ അവിടെ നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച സൗഖ്യമില്ലാതെ
അവരുടേതായിരുന്നു. ഇന്ന് സൗഖ്യത്തോടെ എന്റെ മകളെ കൂട്ടി വരുത്തിയവർക്കായി സ്തോത്രം ചെയ്യും. ജോർജിനായി ജൂബിക്കായി പ്രാർത്ഥിക്കുന്നു, സാജുനായി സുബിക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ മക്കൾ റോഡ് മാർഗം ബാംഗ്ലൂരിലേക്ക് കടന്നു പോകുന്നു. യാത്രയിൽ ദൂതന്മാരുടെ കാവലിൽ പരിപാലനം സൂക്ഷിച്ചു മക്കളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിന്റെ സാന്നിധ്യം കൂടെ പോകുന്നില്ലായിരിക്കും. നിന്റെ മക്കളെ അയക്കരുത് എന്ന് ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നാളെ മടക്ക യാത്രയിലും അവിടുന്ന് കൂടി ക്ഷേമത്തോടെ മടങ്ങി വന്ന് പിന്നെ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ ബോധ്യപ്പെടുത്തുവാൻ ഇവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആളാപതിയായി അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ മടങ്ങി പോകുമ്പോൾ മടക്കയാത്രയിൽ ദൂതന്മാരുടെ കാവൽ പരിപാലനം സൂക്ഷിക്കുക. ദൈവസാന്നിധ്യം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ ഇരിക്കണമേ. അവരുടെ സ്കൂൾ ജീവിതത്തിൽ, കോളേജ് ജീവിതത്തിൽ അവർക്ക് അവരോടുകൂടെ ഇരുന്ന് സഹായിക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത്രയും വേഗത്തിൽ അവർ അഡ്മിഷൻ ലഭിക്കുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസത്തിൽ കൂട്ടിയിരിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും ആരോഗ്യത്തോടെ സൂക്ഷിക്കണം. ഇതുപോലെ കാലഭജന ശുശ്രൂഷിപ്പാൻ ദാസനെ അധികാരപ്പെടുത്തി കർത്താവ് ബലപ്പെടുത്തണമേ. തിരുനാമത്തോടുക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കുമാറാകണം. ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ നിരന്തര കൂട്ടായ്മ സഹവാസം കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടി ഇന്നു മുതൽ എന്നേക്കും വേഗത്തിലെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവേ